ഇന്നത്തെ വിളവെടുപ്പാണ് ഗൈസ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ പറിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഈ വെണ്ടയൊക്കെ പറിക്കുമ്പോൾ ഈ സമയം പോകുന്ന വിചാരിച്ചാണ് ഗൈസ് ഞാൻ നേരത്തെ ഇത് പറിച്ചു വെച്ചത് ഗൈസ്. പിന്നെ നമുക്കാണെങ്കിൽ ഒരു പയർ 2-3 പയർ പോയി. പക്ഷേ ഗൈസ് ഇത് നല്ലോണം വളർന്നില്ല, ഇതാണ് വളർന്നത്. അപ്പോൾ ഗൈസ് ഇതും നമുക്ക് 5-6 മുളകും ഇച്ചിരി വെണ്ടയ്ക്കൊക്കെ പറിക്കാനൊക്കെ ഉണ്ട്. ഇത് നമുക്ക് പറിച്ചിട്ട് അടുത്ത മുളക് പറിക്കാം ഗൈസ്. ഇതാണ് ഗൈസ്, ഇതാണ് നമ്മുടെ പയർ ഗൈസ്. ഇതൊന്നും അല്ല നമ്മുടെ പയർ, നല്ലോണം ഭയങ്കര നീളത്തിൽ വളഞ്ഞു ഗൈസ്. നമുക്കടുത്ത് മുളക് പറിക്കാം ഗൈസ്. ഇതാണ് നമ്മൾ പറിക്കുന്നത് മുളക് ഗൈസ്. ഇത് ഒന്നാമത്തെ മുളകാണ്. ഈ 2 നമ്മളിപ്പം പറിച്ച മുളക് ഗൈസ്. പിന്നെ ഇപ്പുറത്ത് നിപ്പുണ്ട് ഗൈസ്. ഇതുണ്ട്, ഇപ്പുറത്ത് നിപ്പുണ്ട് എന്താ ഗൈസ്. ഇതാണ് 3 മുളക് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ചെടി ഇത്രയും വലുതായിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുറച്ചും കൂടെ ഈ ചെടികളെല്ലാം കാണിച്ചിട്ട് നമുക്ക് അടുത്ത വിളവെടുപ്പിലേക്ക് പോകാം ഗൈസ്. ഇതുകൊണ്ട് ഗൈസ് എല്ലാം നല്ലോണം വളർന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഇടയ്ക്കൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് വേറെ ലെവലാണ്. ഇത് നമ്മുടെ ബീൻസ് ആണ് ഗൈസ്. ഇത് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ഗൈസ്. ഇത് നല്ലോണം പൂ ഇഷ്ടം പോലെ വരുന്നുണ്ടെങ്കിലും ഒറ്റ ഗൈസ്. അങ്ങനെ നിങ്ങളൊന്ന് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്കിനി തക്കാളി പറിക്കാം വെച്ചേക്കാം. തക്കാളി കിട്ടുന്നുണ്ട് എന്താ ഗൈസ്. അത് നമ്മുടെ തക്കാളി 5 ഇപ്പോൾ വരാം. അല്ല ഗൈസ്, ഇനിയുണ്ട് ഗൈസ്. ഞാൻ കളഞ്ഞ് വയനാട് പോയി. വീണ്ടും 2 തക്കാളി ഇട്ടിട്ടുണ്ട്. ഇത് ഇന്നൊന്നും തീരൂല. അറിയുന്ന ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ തക്കാളി ഇപ്പം ഉണ്ട്. എൻ്റെ ഗൈസ് ഇവിടെ ഗൈസ് തക്കാളി വേർച്ച് പാത്രം നിറയുന്നുണ്ട്. ഇവിടെ മൊത്തം നിറഞ്ഞിട്ടുണ്ട്. ഗൈസ് എൻ്റെ അനിയത്തിയാണ് എനിക്കില്ല പറഞ്ഞു കഴിഞ്ഞിട്ട്. പറയാനും അങ്ങനെ പാത്രം നിറയുന്നുണ്ട്. പിന്നെ ഗൈസ് നമുക്ക് ഇച്ചിരി അമ്മയ്ക്കൊക്കെ ഇപ്പോൾ വലുതായി ഗൈസ്. നമ്മളെ മുടി നോക്ക് ഗൈസ്. ആദ്യം കണ്ടപ്പോൾ ചെറുതുണ്ടായിരുന്നു, ഇപ്പോൾ ഭയങ്കര വലുതായിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇതിൽ നിന്നാണ് അമ്മയ്ക്കൊക്കെ പറിച്ചത്. പിന്നെ ഇതിനകത്ത് നിന്നൊക്കെ നമ്മൾ കുറേ പരിചയമുണ്ട് ഗൈസ്. കണ്ടോ, കുറേ പരിചയമുണ്ട് ഗൈസ്. ഇതൊക്കെ തെളിഞ്ഞു വളർന്നിട്ട് ഗൈസ്. ഇതുണ്ടോ ഗൈസ്, ഇത് തെളിഞ്ഞു വളർന്നിട്ട്
ഗൈസ് കത്തിരി വഴുതന. ഗൈസ് ഇത് വഴുതനയാണ് ഗൈസ്. ഗൈസ് ഇതുണ്ട് ഗൈസ്. വേറെ എണ്ണത്തിൽ നിങ്ങളെ വഴുതന ഇരിക്കുന്നത് ഗൈസ്. അതും കൂടെ ഞാൻ പറിക്കട്ടെ. പാത്രം ഇങ്ങനെ ഇറങ്ങി ഗായ്സ്. ഇതൊക്കെയാണ് അയ്യോ ഏതായിരുന്നു വയ്യ ഗായ്സ്. ഇതൊക്കെയാണ് ഗായ്സ് നമ്മൾ തിന്നിട്ട് കിട്ടിയ വിളവെടുപ്പ്. അയ്യോ ഗായ്സ് ഞാൻ ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഇന്ന് പറിച്ച ചീര കാണിച്ചത്. ഇതാണ് നമ്മൾ ഇന്ന് ചീരത്തോളം വയ്ക്കാനുള്ള ചീര ഗായ്സ്. ഇതിൻ്റെ കീഴിൽ പച്ച ഇലയുള്ള ചീരയുണ്ട്. ഇതൊക്കെ ഇതിൽ നിന്ന് പറിച്ചതാണ്. ഇതിൽ നിന്ന് പറിച്ചതാണ് ഗായ്സ്. ഇത് നമ്മൾ സ്ട്രോബെറിയാണ് ഗായ്സ്. എന്താ പറയുന്നത് ഗായ്സ്, ഇപ്പം ഇത് നല്ലോണം കിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ കായൊന്നും പൂവും ഇപ്പം വരുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. അതൊക്കെയാണ് നമുക്കിപ്പോൾ കിട്ടിയ പച്ചക്കറി ഗായ്സ്. നിങ്ങൾ ഈ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ വിഷമില്ലാത്ത നല്ല ഫ്രഷ് നമുക്ക് പച്ചക്കറി നമുക്ക് കിട്ടുന്നതാണ് ഗായ്സ്. ഇപ്പം വെയിൽ വന്നു തുടങ്ങി ഗായ്സ്. അവിടെ നമുക്ക് ഇപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്. അമ്മയ്ക്ക് ഒഴിച്ച് കഴിയുന്നുണ്ട് ഗായ്സ്. ഇതൊക്കെ അമ്മയ്ക്ക് പയറ് ഗായ്സ്. ഇതിനകത്ത് കൂടുതലുള്ളത് തക്കാളിയാണ് ഗായ്സ്. ബൈ ബൈ. അടുത്ത എവിടെയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.